നമസ്കാരം ചങ്ങായിമാരെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നാറാത്ത് ഈസ്റ്റ് LP സ്കൂളിലാണ്. ഇവിടെ ഒരു ഏകദിന ക്യാമ്പ് നടക്കുകയാണ്. അതായത് നമ്മുടെ ഒരു നാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് മനോജ് K. ഗോവിന്ദ് എന്നാണ്. നമ്മുടെ കലാരംഗത്തുള്ള നിസ്വാർത്ഥ സേവനത്തിലുള്ള ഒരു ദേശീയ അവാർഡ് ജേതാവായ ഇദ്ദേഹത്തെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമസ്കാരം മനോജ്. നമസ്കാരം. നിങ്ങളെ കണ്ട ഭയങ്കര സന്തോഷം കേട്ടോ. കുറേ നാളുകൾക്ക് മുന്നേ നമ്മൾ എന്താ പറയുക, ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്താണ് നമ്മൾ പാട്ടും വരയും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു മുഖമാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നിങ്ങളെ സഹോദരനായ നമ്മൾ വിനോദോട്ടൻ കാണും. അതെ. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഇന്ന് പരിപാടി അല്ലേ? സന്തോഷം. ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. നന്മയുടെ മലയാള കലാകാരരുടെ ദേശീയ സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പ്, കുട്ടികൾക്കായിട്ടുള്ള ബാലയരങ്ങ് നടത്തുന്ന ഒരു ക്യാമ്പ്, അവധിക്കാല ക്യാമ്പാണ് അല്ലേ? വൺ ഡേ ക്യാമ്പ്. കലാരംഗത്തെ നിസ്വാർത്ഥ സേവനത്തിനുള്ള ഒരു അവാർഡ് എന്ന നിലയിലാണ് തന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കവിതയും പാട്ടും ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന രൂപത്തിൽ ഒരു രൂപ വാങ്ങിക്കാതെയാണ് ഞാൻ ഇതുവരെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കുറേ ആൾ ഈ എഴുത്തുകാരൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കൊക്കെ അവരെഴുത്ത് പാട്ടുകളായി പുറത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പൈസയും സാമ്പത്തിക പ്രയാസം കൊണ്ട് അടച്ചുപൂട്ടിപ്പോയ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് കണ്ണൂർ സംഗീത കൂട്ടായ്മ യുടെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിമാസ പരിപാടികൾ വെക്കലുണ്ട് കണ്ണൂർ സംഗീത കൂട്ടായ്മ. അപ്പോൾ അതിൽ 6 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ 85 വയസ്സ് വരെയുള്ള ആൾക്കാർ, പ്രായമുള്ളവർ വരെ വന്നിട്ട് അവരൊരു ആഗ്രഹമാണ് ഒരു സ്റ്റേജിൽ പാടി പോകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സംഗീത കൂട്ടായ്മൻ്റെ ആൾക്കാരെല്ലാം കൂടിയിട്ടാണ് അതിൻ്റെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി, പ്രതിമാസ പരിപാടിയായിട്ട് നമ്മൾ ഒരു വർഷക്കാലത്തോളം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമാണ്. കാരണം എത്രയോ ആൾക്കാർ ഒരു നല്ലൊരു സ്റ്റേജ് കിട്ടാനല്ലേ, നല്ലൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷെ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചെയ്യുന്നതിലൂടെ എഴുത്തുകാർ മാത്രമല്ല, പാടുന്നവരായാലും പുതിയ ആൾക്കാർ. അപ്പോൾ പാടുന്നവർ എനിക്ക് പൈസ വേണം എന്നാലേ പാടൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ല, നിങ്ങളെ ശബ്ദം ഇപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമില്ല, ഇന്ന് അറിയപ്പെടാത്ത പാട്ടുകാരെ കൊണ്ടുവന്ന് അവരെയും മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ദേശീയ അവാർഡും കിട്ടിയിട്ടുള്ളത്. വലിയ കാര്യം തന്നെ കേട്ടോ. അത് കിട്ടേണ്ട ആൾ തന്നെയാണ് നിങ്ങൾ. എന്തായാലും നമ്മൾ ആ ഒരു പഴയ കാലം തൊട്ടേ കാണുന്ന നമ്മുടെ ഒരു സഹോദര തുല്യനായ നിങ്ങൾക്ക് ഈ ഒരു അവാർഡ് കിട്ടിയതിലും പിന്നെ ഒപ്പം ഇന്നത്തെ ഈ ഒരു ക്യാമ്പ് കാര്യങ്ങൾ പങ്കെടുക്കാൻ പറ്റിയതിലും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. സന്തോഷം.